ഹബീബായ നബി പറഞ്ഞു, ഇദാ സാറ അഹ്ലുൽ ജന്നത്തി ഇലൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ, അഹ്ലുൻ നാരി ഇലൻ നാരി, നരകവാസികൾ നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ, ജി അബിൽ മൗത്തി, പിന്നെ മരണത്തെ കൊണ്ടുവരും. സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ ഒരു ആടിന്റെ രൂപത്തിൽ, ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ, വെളുപ്പിൽ കറുപ്പ് കലർന്ന, പിന്നെ ഒരു ഹദീസ്, വെളുപ്പിൽ കറുപ്പ് പുള്ളിയുള്ള ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രാമാണികമായ ഒരു ഹദീസാണ്. മരണം എന്നത് അങ്ങനെ കൊണ്ടുവരപ്പെടാവുന്ന ഒരു സംഗതിയാണോ എന്ന് അത് നമ്മുടെ ധാരണയാണ്. സത്യത്തിൽ മരണത്തെ അല്ലാഹു തആല മഖ്ലൂഖ് എന്ന് തന്നെ പറഞ്ഞു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അപ്പോൾ ഒരു ജിസ്മ്, ഒരു പദാർത്ഥമായി മരണം വരുന്നതിന് ഒരു പ്രശ്നമില്ല. മനസ്സിലായോ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് ജീവിതത്തെ, അവനാണ് ജീവനെ സൃഷ്ടിച്ചത്, അവനാണ് മരണത്തെയും. മനസ്സിലായോ? അല്ലദീ, ഏതാ സൂറത്ത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ഏതാ സൂറത്ത്? തബാറക അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, അവനാണ് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചിട്ടുള്ളത്. നിങ്ങളിൽ ആരാണ് സുകൃതികൾ, നിങ്ങളിൽ ആരാണ് വികൃതികൾ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അപ്പോൾ മഖ്ലൂഖ് എന്നാണ് ജീവനെ പറഞ്ഞത്, മഖ്ലൂഖ് എന്നാണ് മരണത്തെ പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണത്തെ ഒരു സൃഷ്ടിയാക്കി കൊണ്ടുവരും. ഇമാം ബുഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. ഹത്താ, അങ്ങനെ മരണത്തെ കൊണ്ടുവന്നാൽ യുജഅല, അതിനെ ആക്കപ്പെടും, ബൈനൽ ജന്നത്തി വന്നാരി, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ മരണത്തെ കൊണ്ടുവന്ന് നിർത്തും. സുമ്മ യുദ്ബഹു, പിന്നെ മരണത്തെ അറക്കപ്പെടുന്നതാണ്. മരണത്തിനെ പിടിച്ച് അറക്കും. സുമ്മ യുനാദി മുനാദിൻ, പിന്നെ ഒരാൾ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ലാ മൗത ലാ മൗത, യാ അഹ്ലൻ നാർ ലാ മൗത ലാ മൗത. സ്വർഗ്ഗക്കാരെ ഇനി മരണമില്ല, നരകക്കാരെ ഇനി മരണമില്ല, മരണം അവസാനിച്ചു, ഇനി മരണമില്ല. മനസ്സിലായി പറഞ്ഞത്? എല്ലാവരും ഒരു പേടിയാണല്ലോ, എന്ത്? മരണം. മനസ്സിലാണ്ട് പറഞ്ഞത്? മനുഷ്യനൊരു പേടിയല്ലേ മരണം. പഞ്ചസാര, ഷുഗറൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല രസമാണ്, കഴിക്കാൻ പേടിയാ. എന്ത്? ഷുഗർ, മരണം. കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് നല്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ പേടിയാ. എന്ത്? അറ്റാക്ക്. മനസ്സിലായി പറഞ്ഞത്? കൊളസ്ട്രോൾ അധികരിക്കും, മരണം മരണം മരണം. അപ്പോൾ പിന്നെ ദുനിയാവിന്റെ ഒരു കമ്മിയാണത്. ദുനിയാവിൽ മരണം ഉണ്ടാവും. എല്ലാം സമ്പാദിച്ചു കൊണ്ടുവന്ന് വലിയ ധനവാദ്യനായി, എന്നിട്ട് നാട്ടിലെത്തി ജനുവരിച്ച് ആ പെട്ടി വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് മരിക്കുന്നവർ എത്ര? പെട്ടി കെട്ടിവെച്ച് ഗൾഫിൽ നിന്ന് പോരാൻ നേരത്ത് മരിക്കുന്നവർ എത്ര? വാഹനങ്ങളിൽ ഫ്ലൈറ്റിൽ മരിക്കുന്നവർ എത്ര? ഫ്ലൈറ്റ് വീണ് മരിക്കുന്നവർ എത്ര? അല്ലാഹു തആല എല്ലാവരെയും ആപത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കും. അപ്പോൾ ദുനിയാവ് എന്താണെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ദുനിയാവിൽ എന്തുണ്ട്? മരണം. സ്വർഗത്തിന് മൊത്തത്തിലുള്ള പേരാണ് എന്ത്? ദാറുൽ ഖുൽദ്. അപ്പോൾ പിന്നെ നരകത്തിന് അങ്ങനെ പറഞ്ഞൂടെ? അതിന് അദാബുൽ ഖുൽദ്. ദാറല്ല. ദാറ് എന്നാൽ എന്താ? സന്തോഷവും സമാധാനമുള്ള സ്ഥലത്തിന് എന്ത് പറയൂ? ദാറ്. അതാണ് ദാറ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. അല്ലാഹു തആല നമ്മളെ നരകത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ എന്ന്
അപ്പോൾ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗവാസികളെ, ലാ മൗത ലാ മൗത, ഇനി മരണമില്ല. സഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. നരകക്കാരെ, നരകക്കാരെ, ഇനി മരണമില്ല. അപ്പോൾ സ്വർഗക്കാർക്കൊരു സന്തോഷം ഉണ്ടാവും, സന്തോഷത്തിന്റെ മേൽ സന്തോഷം. ഇനി എന്തില്ല? സ്വർഗത്തിൽ വാഹനങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയും. എത്ര ഹൈ സ്പീഡിൽ പറപ്പിച്ചാലും നിൽക്കൂല. നമുക്ക് പേടിയാ, വണ്ടി ലേശം സ്പീഡ് കൊണ്ടുപോയി പേടിയാ. സ്പീഡ് വർക്ക് എന്നെ കുറ്റം മരിക്കും. സ്വർഗത്തിൽ വാഹനങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയും. അടിപൊളി വാഹനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അവ ഏത് സ്പീഡിന് വാഹനത്തിനെ പറപ്പിച്ചു വിടാം. എന്തുണ്ടാവില്ല? മരണമില്ല, പൊട്ടലില്ല, മുറിയില്ല, ഒന്നുമില്ല. കുത്തി മറിഞ്ഞ വീഴലില്ല, വിചാരിച്ചാലേ വീഴുള്ളൂ. പൊട്ടില്ല, മുറിയില്ല, കൈ കിട്ടണവരില്ല, അവിടെ ഇല്ല, കാല് കിട്ടണവരില്ല. മനസ്സിലായില്ലേ? മുളവടിയോ മറ്റോ ഇരുമ്പോ വെച്ചിട്ട് കെട്ടുക, പ്ലാസ്റ്റർ ഇട്ടൊട്ടിക്കുക, ഒന്നും അവിടെ ഇല്ല. അവർക്കൊന്നും അവിടെ പണിയില്ല, പൊട്ടൂല, മുറിയില്ല, ഒന്നുമില്ല എന്ന്. വേറെയും ഹദീസ് കാണാം. عن أبي سعيد الخدري قال قال رسول الله صلى الله عليه وسلم إذا دخل أهل الجنة الجنة, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, വഅഹ്ലുൻ നാരി അന്നാറ, നരകവാസികൾ നരകത്തിലും പ്രവേശിച്ചാൽ, യുജാഉ യൗമൽ ഖിയാമത്തി ബിൽ മൗതി, മരണത്തെ പിന്നെ കൊണ്ടുവരും. കഅന്നഹു കബ്ശുൻ അംലഹു, ഒരു വെളുപ്പിൽ കറുപ്പ് പുള്ളികളുള്ള ഒരു കൊറ്റനാടിന്റെ രൂപത്തിലായിരിക്കും മരണം. അപ്പോൾ മരണത്തിനെ കൊണ്ട് എന്നിട്ട് ആ കൊറ്റനാടാകുന്ന മരണത്തിനെ ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ നിർത്തപ്പെടുമ്പോൾ അതിനാൽ ജന്നവത്തി വന്നാരി, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു സ്ഥലത്ത് നിർത്തും. എന്നിട്ട് ചോദിക്കപ്പെടും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഹൽ തഅരിഫൂന ഹാദാ, ഈ ആട് നിങ്ങൾ അറിയോ? അപ്പോൾ അവർ തല ഉയർത്തി നോക്കുന്ന സ്വർഗക്കാർ, അവർ നോക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പറയും, ഹാദൽ മൗതു, ഇത് മരണമല്ലേ? നമ്മളെ മരണല്ലേ? മനസ്സിലായോ? ഇതവർക്കറിയും, നമുക്കതറിയില്ല. മരണം എങ്ങനെ വന്നെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ വന്നിട്ടില്ല. അവർ ഏത് രൂപത്തിലാണ് മരണം വന്നതെന്ന് അവരറിയും. കാരണം അവർ മുമ്പ് എന്തായിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ മരിച്ചിട്ടില്ല. സ്വർഗക്കാർ ഇങ്ങനെ തല ഉയർത്തി നോക്കും. ആ ഹദൽ മൗത്ത്, നമ്മളെ മരണം കാക്കല്ലേ, മരണല്ലേ? ആ മരണമാണ് എന്ന് നബി പറഞ്ഞു. എന്നിട്ട് അതിനെ ആ കുറ്റനാടിന്റെ കാര്യത്തിൽ അള്ളാന്റെ കൽപ്പന വരും. അവനെ അറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ജിബ്രീൽ, അറക്കുന്ന ആൾ ജിബ്രീലാണെന്ന് അലൈഹിസ്സലാം ചില റിവായത്തിൽ കാണാം. ആരാ അറക്ക? സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹു അവരെ ബർക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 23-ാം രാവല്ലേ മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ ഇറങ്ങുന്ന ദിവസമാണല്ലോ. അള്ളാഹു അവരെ ബർക്കത്തോടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മനസ്സിലായില്ലേ? 24, 23, 25, 27, 29 ഒക്കെ പ്രതീക്ഷിക്കാലോ. എന്തിനെ? തന്നെ 8 രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാത്ത ദിവസം വരാം. ഇനി ശാശ്വതമാണ്, ഈ മരണമില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിന് എന്ത് പേരുള്ളത്? ദാറുൽ ഖുലൂദ് അം ദാറുൽ ഖുൽദ്. ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ് അല്ലതി. മനസ്സിലായില്ലേ? ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ്. മനസ്സിലായില്ലേ? ശാശ്വതത്തിന്റെ സ്വർഗം, ശാശ്വതത്തിന്റെ വീട്, അങ്ങനെയൊക്കെ പറയും. ഇനിയൊന്നുമില്ല എന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം.
عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان يوم القيامة അന്ത്യനാളായി കഴിഞ്ഞാൽ അതൽ മൗത്തു മരണം വരും കൽകബിഷിൽ അംലഹി ഒരു വെളുപ്പിൽ കറുപ്പ് ചൂട്ടുകളുള്ള ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ വരും ഫയൂഖഫു ബൈനൽ ജന്നത്തി വന്നാർ ഫയുദ്ബഹു വഹും യൻദുറൂന സ്വർഗ്ഗക്കാർ നോക്കി നിൽക്കവേ നരകക്കാർ നോക്കി നിൽക്കവേ ഈ ആടിനെ അറക്കപ്പെടും ഫലോ അന്ന അഹദൻ മാത ഫറഹ ലമാത അഹ്ലുൽ ജന്ന ഫലോ അന്ന അഹദൻ മാത ഫറഹൻ ലമാത അഹ്ലുൽ ജന്ന ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് മരിക്കുകയാണെങ്കിൽ ഇവരാണ് മരിക്കേണ്ടത് കാരണം അത്ര സന്തോഷം ഉണ്ടാവും ഇനി എന്തില്ല നീ മരണല്ലേ എന്ന് ഇതിലൊരു കാര്യം കൂടി മനസ്സിലാക്കാം സ്വർഗത്തിന് ഫനാ ഇല്ല ഭൂമിയിൽ ഒരു കാലത്തും മരണമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫനാ ഇല്ലല്ലോ അവിടുത്തെ ആളുകൾക്ക് ഫനാ ഇല്ലെങ്കിൽ ആ സാധനത്തിന് ഫനാ ഉണ്ടാവില്ലല്ലോ നമുക്കും ഫനാ ഉണ്ട് നമ്മൾ നിൽക്കുന്ന ഭൂമിക്കും ഫനാ ഉണ്ട് കല്ല ഇതാ ദുഃഖത്തിൽ അറുള്ളൂ ദക്കൻ ദക്കൻ ഇടിച്ചിടിച്ച് ഉടിച്ചുടച്ച് ധൂളിയാക്കപ്പെടും ഇത് അപ്പൊ നമുക്കും നാശമുണ്ട് ഈ ഭൂമിക്കും നാശമുണ്ട് അവിടെ എത്തിയാലോ സ്വർഗവാസിക്കും നാശമില്ല സ്വർഗത്തിന് നാശമില്ല ഒന്നുമില്ല മുസ്ലിം മക്കളെ ولو أن أحدا مات فرحا لمات أهل الجنة ولو أن أحدا مات حزنا لمات أهل النار സന്തോഷം കൊണ്ടൊരു കൂട്ടർ മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗക്കാർ മരിക്കണം ദുഃഖം കൊണ്ടൊരു കൂട്ടർ മരിക്കുകയാണെങ്കിൽ നരകക്കാരും അപ്പോൾ മരിക്കണം പക്ഷെ അവർ മരിക്കൂല എന്തുകൊണ്ട് മരണമില്ല അത്ര സന്തോഷമായിരിക്കും സ്വർഗ്ഗക്കാർക്ക് കാരണം ഇനി മരണമില്ല ഇനി മരണമില്ല ഭയങ്കര സുഖമായിരിക്കും അങ്ങനെ സുഖിച്ചിരിക്കാം മരണമില്ല ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി പരലോകം നഷ്ടപ്പെടുത്തുന്ന അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ സ്വർഗത്തിൽ നമ്മളെ ചിന്തിച്ചോ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി സ്വർഗം നഷ്ടപ്പെടുത്തുവനാ അള്ളാഹ് നിശ്ചയിച്ചോനാ കാണാ കാണാ വലിയ ആളുകളായി നടക്കുന്നവരുണ്ട് നിരീശ്വരവാദികൾ അള്ളാഹ് നിഷേധിക്കുന്നവർ യുക്തിവാദികൾ നമുക്ക് കാണടോ കൂടുതൽ വർത്താനല്ല നമുക്ക് കാണാം اللهم اجعلنا من المؤمنين اجعلنا من المتقين واجعلنا من الفائزين واجعلنا من المحسنين واجعلنا من السعداء بالجنة واجعلنا من السعداء بالجنة بمحل فضلك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين ابن ماجه റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസ് കാണാം يجاء بالموت يوم القيامة أبو هريرة റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഈ ഹദീസ് കേട്ടിട്ടുള്ളത് യുജാഉ ബിൽ മൗതി യൗമൽ ഖിയാമ ഫയൂഖഫ് അല സിറാത്തി കൊണ്ടുവന്നിട്ട് സിറാത്ത് പാലത്ത് നിർത്തും എന്തിനെ മരണത്തിനെ ഫയത്തലിഉന ഫയുഖാലു യാ അഹ്ലൽ ജന്ന സ്വർഗ്ഗക്കാരെ എന്ന് വിളിക്കും ഫയത്തലിഉന അപ്പോൾ അവർ തലയുയർത്തി നോക്കും ഖായിഫിനെ പേടിച്ചിട്ട് ആ യുഖ്റജു മിൻ മകാനിഹിം അല്ലദീ ഹും ഫീഹി ആ സ്വർഗ്ഗത്തിനെ പുറത്താക്കുവോ പേടിച്ചിട്ട് ഒരു നല്ല സ്ഥലത്തൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയാണല്ലോ അവിടെ നമ്മളെ പുറത്താക്കുവോ എന്ന് പിന്നെ ഈ ഹദീസ് ഇബ്നു മാജയിലുണ്ട് പിന്നെ നരകക്കാരോട് പറയപ്പെടും യാ അഹ്ലൻ നാർ നരകക്കാരെ ഫയത്തലൂന മുസ്തബ്ശിരീന ഫരിഹീന അപ്പോൾ സന്തോഷിച്ചുകൊണ്ട് അവരും തല ഉയർത്തി നോക്കും അയ്യുഖ്റജു മിൻ മകാനിഹിം അല്ലദീ ഹും ഫീഹി നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമോ എന്ന സന്തോഷത്താൽ മനസ്സിലായില്ലേ സ്വർഗ്ഗക്കാരെ നരകക്കാരെ എന്ന് വിളിക്കുമ്പോൾ നരകക്കാരെ വിളിക്കുമ്പോൾ നരകക്കാർ ഇങ്ങനെ നമ്മളിപ്പോ രക്ഷപ്പെടുത്തിയെങ്കിലോ എന്ന് പലരും രക്ഷപ്പെടുത്തുന്നവരിങ്ങനെ കാണും അപ്പോൾ നരകക്കാരും സ്വർഗ്ഗക്കാരും പറയും ഇത് മരണമാണ് സിറാത്ത് പാലത്തുമല്ലിട്ടിട്ട് മരണത്തെ അറക്കും എന്ന് എന്നിട്ട് അവരോട് പറയപ്പെടും ഇനി നിങ്ങൾക്ക് കിട്ടിയതിൽ ശാശ്വതമാണ് ഇനി മരണം ഇല്ല നരകത്തെ പറ്റി പറഞ്ഞു കൊടുത്തില്ലേ നരകത്തിൽ അവർ മരിക്കൂല വലാ യഹ്യ ജീവിക്കൂല എന്തുകൊണ്ട് ജീവിക്കുക എന്നാണ് സുഖല്ലേ ഉണ്ടാവില്ല അവർക്ക് മരണവും ഇല്ല എവിടെയാണായത്
അതെ ഗാശിയ, സൂറത്തുൽ ഗാശിയ. അവിടെ പറഞ്ഞല്ലോ നരകത്തെ പറ്റി പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു നരകത്തിൽ ജീവിതവുമില്ല മരണവുമില്ല, എന്നാൽ സ്വർഗത്തിൽ ജീവിതമുണ്ട് മരണമില്ല. ഞങ്ങൾ നിന്റെ ഫضലുകൊണ്ട് എത്തിച്ചേരണമേ തമ്പുരാനെ. ചിന്തിക്കണം, ജീവിതം സ്വർഗത്തിലാണ്, നരകത്തിൽ മരണമില്ല ജീവിതമില്ല, മരണമില്ല ജീവിതമില്ല. ജീവിതം സന്തോഷമല്ലേ? ഇല്ല. കഷ്ടപ്പെട്ട ഒരാളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി പറഞ്ഞു നമുക്കൊക്കെ എന്ത് ജീവിതം എന്നറിയാം. മനസ്സിലായില്ലേ? ജയിലിൽ കിടക്കുന്ന ഒരാളെ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പറയില്ലേ എൻ്റെ ജീവിതത്തിന് 10 കൊല്ലം നഷ്ടപ്പെട്ടു. എന്തേ അവിടെ ജീവിച്ചിട്ടില്ലേ? ജീവിതമല്ല, ജയിലാണ്. ഇത് ജയിലുമല്ല, ഇത് നരകമാണ്. നരകത്തിൽ ജീവിതവുമില്ല മരണവും ഇല്ല. സ്വർഗത്തിലോ ജീവിതമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ പിന്നെ പറയും മരണം ഏതായാലും ഇല്ല എന്ന്. തുർമുദി രേഖപ്പെട്ട ഹദീസിൽ കാണാം യർജൂന ശഫാഅ ഫയുഖാൽ അഹ്ലുൽ ജന്ന വഅഹ്ലു ഹാദാ തഅരിഫുന ഹാദാ ഫയുഖാലു നഅം അറഫ്നാ ഹാദാ അല്ലദീ ഹുവൽ മൗത്ത് അല്ലദീ ഉക്കില ബിനാ. ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മരണമാണല്ലോ അത്, ഞങ്ങൾക്കുണ്ടായിരുന്ന മരണമായിരുന്നൽ ആണല്ലോ അത് എന്ന് സ്വർഗവാസികളും നരകവാസികളും. സ്വർഗത്തിനെ നരകത്തിനെ അതിർത്തിയിലിട്ടിട്ട് മരണത്തെ കൊല്ലും എന്ന് വിശദീകരിക്കുന്നില്ല എന്ന്. മഹാനായ സയ്യിദുനാ ജിബ്രീൽ മരണം ജീവിതവും ഒക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികളാണ്. വളരെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇമാം ഖുർത്തുബി തങ്ങൾ കിതാബുൽ അറൂസിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അന്നല്ലദീ യദ്ബഹുഹു ജിബ്രീൽ, അന്നല്ലദീ യദ്ബഹുഹു ജിബ്രീൽ. അറക്കുന്ന ആൾ ആരാണ്? അത് മറ്റാരുമല്ല. ആരാണ്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അറക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്ന് അപ്പോൾ ചിന്തിക്കണം. ദാറുൽ ഖുൽദ് എന്ന പേരുണ്ട്. ഇനി എന്താ പേര്? അതേപോലെ സ്വർഗത്തിന് മറ്റൊരു പേരുണ്ട്. ദാറുൽ മുഖാമ. ദാറുൽ മുഖാമ എന്ന് സ്വർഗത്തിന് പേരുണ്ട് എന്ന്. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله. هنا سورة فاطر. عليه فاطر. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله. ബഹുമാനപ്പെട്ട ഫാത്തിർ അധ്യായത്തിന്റെ 34-35 വചനങ്ങൾ. വഖാലു, സ്വർഗവാസികൾ പറയും, ദാറുൽ ഖുലൂദ്, ദാറുൽ മുഖാമ, ഇതൊക്കെ മൊത്തത്തിലുള്ള പേരുകളാണ്. സ്വർഗത്തിന്റെ മൊത്തത്തിലുള്ള പേരുകളിൽപ്പെട്ടതാണ്. ഒന്ന് എന്ത്? ദാറുൽ ഖുലൂദ് ഔ ദാറുൽ ഖുൽദ്, ജന്നത്തുൽ ഖുൽദ്, ദാറുൽ മുഖാമ എന്നൊക്കെ പറയും. ദാറുൽ മുഖാമ ഇവിടെ ആ പദം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നു. ആ പേര്, ആ പദം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർഗവാസികൾ പറയും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അദ്ഹബ അന്നൽ ഹസന, എല്ലാ ദുഃഖവും അവൻ ഞങ്ങൾക്ക് ഇല്ലാതെയാക്കിയല്ലോ. ഇന്ന റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവ്, ലഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനാണ്, ശക്കൂറുൻ, ഏറെ നന്ദി ചെയ്യുന്നവനാണ്. വല്ലാതെ നന്ദി കാണിച്ചു. അതായത് ഞങ്ങൾ ചെയ്ത നിസ്സാരപ്പെട്ട അമലുകൾക്ക് അവൻ വല്ലാതെ പ്രതിഫലം തന്നു. അതല്ലേ നന്ദി. മനസ്സിലായില്ലേ? ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, ഫാത്തിർ അധ്യായം. അപ്പോൾ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, ആരാണ് ഈ രക്ഷിതാവായ അല്ലാഹു? അഹല്ലനാ, അവൻ ഞങ്ങൾക്ക് നൽകി. ദാറൽ മുഖാമ, ഞങ്ങളെ അവൻ താമസിപ്പിച്ചു, ഇറക്കി തന്നു. ദാറൽ മുഖാമ, സ്ഥിരതയുടെ സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിന്റെ ഒരു പേരാണ് എന്ത്? പറ എന്ത്? ദാറുൽ മുഖാമ. ദാറുൽ മുഖാം, മുഖീം, ഇഖാമ,
ഗൾഫിലൊക്കെ പോയവർക്ക് ഇഖാമ എന്ന് പറയും. ഇഖാമ കിട്ടുക. സ്വർഗത്തിന്റെ പേരാണ് എന്ത്? മനസ്സിലായില്ലേ? അവിടെ ഇഖാമ കിട്ടുക എന്ന് പറയും. ഇവിടെ സ്വർഗത്തിന്റെ പേരാണ് എന്ത്? ദാറുൽ മുഖാമ. ദാറുൽ മുഖാമ, എന്നെന്നും വസിക്കുന്ന വീട്. ഇതേ അർത്ഥത്തിൽ ഇനിയും പദങ്ങളുണ്ട്. എന്ന് വേറെയും 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 പേരുണ്ട്. ജന്നത്തുൽ മഅ്വാ, സ്വർഗത്തിന്റെ ഒരു പേരാണ് ജന്നത്തുൽ മഅ്വാ. ജന്നത്തുൽ മഅ്വാ എന്നത് സ്വർഗത്തിന്റെ ഒരു പ്രത്യേക ഏരിയ, ഒരു പ്രത്യേക ഏരിയ. അർശിനോട് അടുത്ത ഒരു ഏരിയയാണ് എന്ത്? ജന്നത്തുൽ മഅ്വാ. അങ്ങനെ തന്നെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? നജ്മ്, വന്നജ്മി. എങ്ങനെ? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ഒരു പ്രത്യേക ലോകാണ് സിദ്റത്തുൽ മുൻതഹ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിനടുത്തുള്ള ഒരു സ്വർഗമാണ് എന്ത്? മഅ്വാ, ജന്നത്തുൽ മഅ്വാ. രസകരമായ ഒരു അത്ഭുതം കേട്ടോളൂ. ജന്നത്തുൽ മഅ്വയിലാണ് സയ്യിദുനാ ജിബ്രീൽ താമസിക്കാറുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട് അവിടെയാണ്. അവിടെയാണ് താമസിക്കുക. അതെങ്ങനെ എനിക്കറിയില്ല, എങ്ങനെയാണ് ആ വീട് അറിയില്ല. വലഖദ് റആ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലഖദ് റആഹു, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. നസ്ലതൻ ഉഖ്റാ, വേറെ ഒരു ഇറക്കത്തിലും. എവിടെ വെച്ച്? സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് പുണ്യ റസൂല് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ടല്ലോ. ജന്നത്തുൽ മഅ്വാ, ജിബ്രീലിനെ പോലെയുള്ള മഹാന്മാർ താമസിക്കുന്ന സ്വർഗം അവിടെയാണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം താമസിക്കുക. അവർ സദാ നേരവും, മനസ്സിലായി, അവർക്ക് അവരുടെ ജോലി ഉണ്ടാവും. ആ ജോലിയിൽ വ്യാപൃതനായി അവർ കഴിഞ്ഞുകൂടൽ എവിടെയാണ്? മനസ്സിലായില്ലേ? ദുനിയാവിലേക്ക് കൊല്ലത്തിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഏത്? ജന്നത്തുൽ മഅ്വാ. ജന്നത്തുൽ മഅ്വാ എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള സ്വർഗം. ആ പേരിന് വരാനുള്ള കാരണം അവിടെയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം താമസിക്കാറുള്ളത് എന്ന് ചില റിവായത്തുകളിൽ ഉണ്ട്. എന്ന് ആരാണ് പറയുന്നത്? മഹാനായ ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് നിങ്ങൾ നോക്കൂ. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഹിയ ജന്നത്തുൽ മഅ്വാ എന്ന് പറഞ്ഞാൽ അൽ-ജന്നത്തുല്ലതി യഅ്വി ഇലൈഹാ ജിബ്രീൽ വൽ മലായിക, അവിടെയാണ് താമസിക്കാറുള്ളത്. ജിബ്രീലും വൽ മലായിക, ചില മലക്കുകളും അവിടെ താമസിക്കുക. എവിടെ? ജിബ്രീലും മറ്റു മലക്കുകളും അവിടെ താമസിക്കാറുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു ഖയ്യിം തങ്ങൾ തന്റെ ഹാദിൽ അർവാഹ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരുന്നു. മനസ്സിലായില്ലേ? എന്താണ് അതിന്റെ പേരാണ്? എന്ത്? ജന്നത്തുൽ മഅ്വാ. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ജന്നത്തുൽ മഅ്വാ ഒരു പ്രത്യേക ഏരിയയാണ്. ദാറുസ്സലാം ഒരു പ്രത്യേക ഏരിയ അല്ല, സ്വർഗത്തിന്റെ പൊതു പേരാണ്. ദാറുൽ ഖുൽദ് സ്വർഗത്തിന്റെ പൊതു പേരാണ്. ദാറുൽ മുഖാമ സ്വർഗത്തിന്റെ പൊതു പേരാണ്. എന്നാൽ ജന്നത്തുൽ മഅ്വാ ഒരു പ്രത്യേക ഏരിയയാണ്. ജന്നത്തുൽ ഫിർദൗസ് ഒരു പ്രത്യേക ഏരിയയാണ്. ജന്നത്തുൽ അദ്ൻ ഒരു പ്രത്യേക ഏരിയയാണ്. മനസ്സിലായില്ലേ? അല്ലാഹു അവിടെ നമ്മളെ എത്തിക്കട്ടെ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ ജിബ്രീൽ, മഹാനായ സയ്യിദുനാ ജിബ്രീൽ, എന്റെ ഫضലുകൊണ്ട് നീ ഞങ്ങൾ അവിടെ എത്തിക്കണം യാ റബ്ബ്. എന്റെ ഫضലുകൊണ്ട് നീ ഞങ്ങൾ അവിടെ എത്തിക്കണം യാ റബ്ബേ. എന്റെ ഫضലുകൊണ്ട് നീ ഞങ്ങൾ അവിടെ എത്തിക്കണം.
നിന്റെ ഫضലുകൊണ്ട് നീ ഞങ്ങളെ അവിടെ എത്തിക്കണം. ഇബ്നു അബ്ബാസ് യഅ്വി ഇലൈഹാ ജിബ്രീൽ വൽ മലായിക, ജിബ്രീലും പല മലക്കുകളും അവിടെയാണ് താമസിക്കാറുള്ളത്. ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ. ഈ ആയത്തിന്റെ വിശദീകരണത്തില് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ അഹാദിൽ അർവാഹ് എന്ന കിതാബിൽ ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? ഹിയൽ ജന്നത്തുൽ ലത്തി യഅ്വി ഇലൈഹാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഏൽപ്പിച്ച പ്രത്യേക പണി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ അവർ നിർവഹിക്കുക. എന്താ കടന്നുറങ്ങല്ല, മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കല്ല. അവരെ ഭക്ഷണം അല്ലാഹുവിനുള്ള ത്വാഅത്താണ്, അവരെ ഭക്ഷണം തസ്ബീഹാണ്. മനസ്സിലായില്ലേ? പ്രത്യേക പണി ഏൽപ്പിച്ചാൽ അതിന് പോവും. ബാക്കിയൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഓഫീസ്. എവിടെ ഉണ്ടാവുക? ജന്നത്തുൽ മഅ്വാ. അവിടെ വെച്ച് റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്. ആരെ? സയ്യിദുനാ ജിബ്രീലിനെ അലൈഹിസ്സലാം പ്രത്യേക കോലത്തിൽ കണ്ടിട്ടുണ്ട്. വേറെയും കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, വേറെ ഒരു ഇറക്കത്തിലും കണ്ടിട്ടുണ്ട്. ബിൽ ഉഫഖിൽ മുബീൻ, ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ചക്രവാളത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ചക്രവാളത്തിൽ വെച്ച് ചക്രവാളം മറക്കുന്ന രൂപത്തിൽ 600 ചിറകുകളുള്ള സയ്യിദുനാ ജിബ്രീലിനെ മുത്തുനബി കണ്ടിട്ടുണ്ട്. പിന്നെ എവിടുന്ന് കണ്ടിട്ടുണ്ട്? സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ എന്ന് അല്ലാഹു തആല കാണാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. മുഖാത്തിൽ മുഖാത്തിൽ തങ്ങൾ ഉദ്ധരിക്കുന്നു, ഹിയ ജന്നത്തുൻ തഅ്വി ഇലൈഹാ അർവാഹു ശുഹദാഇ. ശുഹദാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടാ പോവുക. അർവാഹു ശുഹദാഇ, അതായത് ഷഹീദന്മാർ മരിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോവുക. ഏക ലോകാണ്. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. സിദ്റത്തുൽ മുൻതഹാന്റെ അടുത്താണല്ലോ എന്ത്? ജന്നത്തുൽ മഅ്വാ. അവിടെയാണ് അർവാഹു ശുഹദാ. ശുഹദാക്കളെ അർവാഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക, ഖിയാമത്ത് നാളിന് മുമ്പാണ്. ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ അർവാഹല്ലല്ലോ, ശുഹദാ തന്നെ. മനസ്സിലായില്ല? റൂഹുകളെ അല്ലാഹു തആല പ്രത്യേക ലോകത്തെത്തിക്കുക ഖിയാമത്ത് നാളിന് മുമ്പ്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലേക്ക് റൂഹ് പ്രവേശിച്ചത് ശരീരം ഇങ്ങനെ തന്നെയല്ലേ? മനസ്സിലായോ പറഞ്ഞത്? മുഖാത്തിൽ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ജന്നത്തുൻ ഫിഹാ തൈറുൻ ഖുളുറുൻ, പച്ചയായ കിളികൾ അവിടെയുണ്ട്. എവിടെ? ജന്നത്തുൽ മഅ്വയിൽ ചില പ്രത്യേക പച്ചയായ കിളികൾ. തർതഇ ഫിഹാ അർവാഹു ശുഹദാഇ. ആ കിളികളിൽ ഇങ്ങനെ ആ കിളികളിൽ ഉല്ലസിക്കും. ആ കിളികളോട് കൂടെ ഉല്ലസിക്കും ആര്? ശുഹദാക്കന്മാരെ അർവാഹ്. നേരെ അങ്ങോട്ട്. മനസ്സിലായില്ലേ? അല്ലാഹുവരെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്. എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഹിയ ജന്നത്തുൽ മഅ്വാ എന്ന് പറഞ്ഞാൽ ജന്നത്തും മിനൽ ജിനാൻ എന്ന്. ജന്നത്തും മിനൽ ജിനാൻ, സ്വർഗങ്ങളിൽപ്പെട്ട ഒരു ഏരിയയാണ്. ഏത്? ഏത്? ജന്നത്തുൽ മഅ്വാ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. ജന്നത്തുൽ മഅ്വാ എന്നാൽ പൊതുവെ ചിലപ്പോൾ ജന്നത്തുൽ മഅ്വാ എന്ന് സ്വർഗത്തിന് പൊതുവെയും പറയാറുണ്ട്. അതിന്റെ പേരിൽ അവിടെ എന്തുണ്ട്? ഒരു ഏരിയ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ വരാലോ. മനസ്സിലായില്ലേ? പൊതുവെ സ്വർഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ജന്നത്തുൽ മഅ്വാ. പിന്നെ എന്തു പറയും? മനസ്സിലാണ്ട് പറഞ്ഞത്. തമിഴ്നാടിന്റെയും കർണാടകയുടെയും അറബിക്കടലിന്റെയും ഇടയിലുള്ള ഭൂമിക്ക് പറയുന്ന പേരാണ് എന്ത്? തമിഴ്നാട്, കർണാടക, അറബിക്കടലിന്റെ ഇടയിലുള്ള ഭൂമിക്ക് പറയുന്ന പേരാണ് എന്ത്? കേരളം. കാളികാവിന്റെയും കരുവാരൂരിന്റെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെയും കേരളം എന്ന് പറയും. കേരളത്തിൽ കേരളം. മനസ്സിലായോ? നമ്മളിന്റെ കൂടെ ഇല്ല, തെളിവ് പറഞ്ഞതാ. കേരളത്തിലെ കേരള, കരുവാരക്കുണ്ടിന്റെയും കാളികാവിന്റെയും ഇടയിൽ ഒരു എസ്റ്റേറ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ പേരാണ് കേരള. കേരള കേട്ടില്ലേ?
പോയിട്ടുണ്ടോ? ആ, കേരള കരുവാരക്കുണ്ടിന്റെയും കാളികാവിന്റെയും ഇടയിലുള്ള ഏരിയയാണ് എന്ത്? കേരള. ആ നാടിന്റെ പേര് കേരള. ഒരു ഉസ്താദിനെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ ജോലി? ഞാൻ കേരളത്തിലെ ഖത്തീബാണ്. കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അപ്പൊ പിന്നെ എല്ലാ പള്ളിയിലും ഇൻചാർജ് ഉണ്ടോ? അല്ല. അപ്പോഴാണ് പറഞ്ഞത് എവിടെ? കേരള എന്ന സ്ഥലത്ത് പള്ളിയുണ്ട്, അവിടുത്തെ ഖത്തീബാണ്. മനസ്സിലായില്ലേ? അപ്പൊ പൊതുവായ പേരും ഖാസായ പേരും ഒന്നാവാം. സ്വർഗത്തിനെ പൊതുവായും മഅ്വ, ജന്നത്തുൽ മഅ്വ എന്ന് പറയാം. അങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലോ ഖുർആനില്. അങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലോ ഖുർആനിൽ. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അവിടെ ജന്നത്തുൽ മഅ്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ആര് ജീവിച്ചാലും അവന് താമസിക്കാം. എവിടെ? ഇന്നൽ ജന്നത ഹിയൽ മഅ്വ. അവിടെ ജന്നത്തുൽ മഅ്വ എന്ന് പറഞ്ഞു. ആർക്ക്? ഏതാ സൂറത്ത്? നാസിയാത്തി. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അപ്പോൾ രണ്ടർത്ഥത്തിലും പറഞ്ഞു. ജന്നത്തുൽ മഅ്വ എന്നത് മഅ്വ പൊതുവായ ജന്നത്ത് സ്വർഗത്തിന്റെ ഒരു പേരാണ്. എന്നാൽ ആ സ്വർഗത്തിൽ ഒരു പേര് കൂടിയുണ്ട്, ഒരു ഏരിയ കൂടിയുണ്ട്. എന്ത്? ജന്നത്തുൽ മഅ്വ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ഹിയ ജന്നത്തു മിനൽ ജിനാനി, സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. എന്ത്? 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 മഅ്വ, ജന്നത്തുൽ മഅ്വ. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞൊരു ഹദീസും ഇവിടെ ഞാൻ ഉദ്ധരിച്ചു. അത് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും താമസിക്കുന്ന ലോകം ആണ്. അത് സിദ്റത്തുൽ മുൻതഹയോട് ഏറെ അടുത്തുള്ളതാണ് എന്ന് നജ്മിലെ ആയത്തിൽ നിന്ന് മനസ്സിലായി. ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വ എന്ന്. അല്ലാഹു തആല അവിടെ നമ്മളെ എത്തിക്കട്ടെ. അല്ലാഹു അവിടെ നമ്മളെ എത്തിക്കട്ടെ. അല്ലാഹു അവിടെ നമ്മെ എത്തിക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു. ഇനി മറ്റൊരു സ്വർഗ്ഗമുണ്ട്. എന്താ പേര്? ജന്നത്തു അദിൻ. ജന്നത്തു അദിൻ. ജന്നത്തു അദിൻ, സ്ഥിരതാമസത്തിന്റെ സ്വർഗം. അതിനും അതാ പേര്. അദിൻ, മഅദൻ, ദിൻ. മനസ്സിലായോ? സ്ഥിരതാമസത്തിന്റെ സ്വർഗം. ജന്നാത്തി അദിൻ അല്ലതി വഅദ അർ-റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ്. സൂറത്ത് മറിയം 61. ജന്നാത്തി അദിൻ ഒരു പ്രത്യേക ലോകമാണ്. എല്ലാ സ്വർഗം അതിനല്ല, ഒരു പ്രത്യേക ലോകമാണ്. എന്ത്? അത് ഒരു ആയത്ത് ഫാത്തിറിൽ വേറെ ഉണ്ട്. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിന അസ്സാവിറ മിൻ ദഹബിൻ വലുഉലുഇൻ വലിബാസുഹും ഫീഹാ ഹരീർ. ജന്നാത്തി അദിനിൻ ലത്തി വഅദ അർ-റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ്. തന്റെ ദാസന്മാർക്ക് അല്ലാഹു വാഗ്ദത്തം നൽകിയിട്ടുള്ള ജന്നാത്തു അദിനെ. സൂറത്ത് മറിയം. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ, അവർക്ക് പ്രത്യേക ആഭരണം അണിയിപ്പിക്കപ്പെടുന്ന സ്വർഗം ജന്നാത്തു അദിനെ എന്ന്. ജന്നാത്തു അദിൻ ഒരു പ്രത്യേക ലോകമാണ്. ഒരു പ്രത്യേക ലോകമാണ് അദിൻ. ഒരു പ്രത്യേക ലോകമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗ്ഗലോകത്തെ പറ്റി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ജന്നത്തു അദ്ൻ. ജന്നത്തു അദ്ൻ ഒരു പ്രത്യേക ലോകമാണ്. ചിന്തിക്കണം. ജന്നത്തു അദ്ൻ ഒരു പ്രത്യേക ലോകമാണ്. ചില ഹദീസുകൾ ഞാൻ കാണിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു അബി ദുനിയ തന്റെ സിഫത്തുൽ ജന്നയിലെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കിതാബ് ഇവിടെയുണ്ട് എന്ന്.